പക്ഷെ വേദിയിലേക്ക് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒന്നും കണ്ടില്ല. അതെ, അവർ സദസ്സിലിരിക്കേണ്ടി വന്നു. ഈ സൂപ്പർ സ്റ്റാറുകൾ, കരിഷ്മാറ്റിക് സ്റ്റാറുകളൊക്കെ വേദിയിലേക്ക് കയറാ സദസ്സിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. കോൺഗ്രസിന്റെ മറ്റു മുഖ്യമന്ത്രി എല്ലാവരും. എന്താ കാര്യമെന്ന് മനസ്സിലായോ? ഇവരെല്ലാം വന്ന് സ്റ്റേജിൽ വലിയൊരു അരങ്ങാക്കുന്നു. ആളുകൾ കീ ജയ് ഒക്കെ വിളിക്കും. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്ക, എത്ര പേർക്ക് കീ ജയ് വിളിച്ചാൽ പറ്റും? അങ്ങനെ പണ്ടൊക്കെ ഭാരതമാതാ കീ ജി ഒറ്റയുണ്ടെന്ന് കോൺഗ്രസ് ഗാന്ധിജിയുടെ കാലത്ത്. ഇപ്പോൾ ഒരുപാട് കീ ജയകളാണ്. അപ്പൊ അതുകൊണ്ട് ഗവർണർ ഇന്നലെ ഇട്ടുന്ന മുട്ടനൊരു പണി കൊടുത്തു. ആ മുട്ടൻ പണി കൊടുത്തത് ചെന്നൈയിലും ഇദ്ദേഹം തന്നെ ആണല്ലോ, രാജേന്ദ്ര ആർലേക്കർ തന്നെ ആണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ പോയത്. നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നിൽക്കാൻ സ്ഥലമില്ല. സ്റ്റേജിൽ മണ്ണ് തറയിലേക്ക് വീഴാനുള്ള ഇടമില്ല. അതുപോലത്തെ തിരക്കാണ്. സകലമാന ആരാധകരും ആരാധികമാരും തൃശയുൾപ്പെടെയുള്ള ആരാധികമാർ കയറി വന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെ സദസ്സിലാണ് കണ്ടത്. എല്ലാ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫോട്ടോ വരുന്നുണ്ടായിരുന്നു. സ്റ്റേജിലാണോ ക്ലോസപ്പാ വരുന്നത്, സ്റ്റേജിലാണോ സദസ്സിലാണോ എന്ന് എനിക്ക് വ്യക്തമായില്ല. നമ്മൾ കാണുമ്പോൾ ഇത് TV കൂടെ അല്ലേ കാണുന്നത്. അപ്പൊ അങ്ങനെ സകലമാനം ആരും കയറി ഗവർണർക്ക് നിൽക്കാനിടമില്ലാതെ വന്നു. അദ്ദേഹത്തിന്റെ ഒരു ഗാർഡ് ഉണ്ടാവും, സെക്യൂരിറ്റി ഗാർഡ്, അതിനുപോലും നിൽക്കാനിടമില്ലാത്ത വിധം അവിടെ അങ്ങ് പുരുഷാരമായി. ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമകൾ കാണാനാണ് ഇരിക്കുന്ന പോലെയായി സ്റ്റേജ്. അങ്ങനെ വന്നപ്പോഴാണ് ഇനി ഇതുപോലെ വന്നാൽ തനിക്ക് അങ്ങോട്ട് കയറാൻ സ്ഥലം കിട്ടാതെ വന്നാലോ എന്ന് വിചാരിച്ച. അതിന്റെ കൂടെ അദ്ദേഹവും കൂടെ വരുമെന്നായിരുന്നു ആരവമൊക്കെ കേട്ടത്. വരുന്നു തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി സൂപ്പർ സ്റ്റാർ ജോസഫ് വിജയ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, അവരൊന്നും സ്റ്റേജിലേക്ക് കയറിയില്ല. നല്ല കുട്ടിയെ പോലെ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ അണ്ടറബിക്കോടൽ ഇടകി ഇങ്ങോട്ട് വന്നാലും ഞാൻ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലെ പെരുമാറൂ എന്ന് പറഞ്ഞ ആ ദാർഢ്യമൊക്കെ അങ്ങ് പോയി. അവിടെ ഗവർണർ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ. ഈ പറഞ്ഞ വടശ്ശേരി ദാമോദര മേനോൻ പറഞ്ഞിരുന്നത് എങ്ങനെ ഇദ്ദേഹം പണ്ട് അനുസരിച്ചിരുന്നോ അതേപടി അനുസരിച്ചു. ഒറ്റയാൾ കയറാൻ പറ്റിയില്ല. പിണറായി വിജയൻ ഉൾപ്പെടെ തൻ്റെ മറ്റു മന്ത്രിമാരുൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മല്ലികാർജുൻ ഖാർഗെ അല്ലേ, മല്ലികാർജുൻ ഖാർഗെ ഒക്കെ അവിടെ ഇരുന്നു. ഇരിക്കേണ്ടടുത്ത് ഇരിക്കാൻ പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ മാത്രം മതി സ്റ്റേജ് എന്ന് മാത്രമല്ല, ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർ മാത്രം മതി. ഇവിടെ ഒരു കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി വന്നിരുന്നെങ്കിൽ സ്റ്റേജിലിരിക്കാം, ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർക്ക് ഇരിക്കാം. അതാണ് ഗവർണർ, അതാണ് അതിൻ്റെ പ്രോട്ടോകോൾ.